പി ആർ പി ആർ. ഇപ്പൊ എവിടെ നോക്കിയാലും പി ആർ എന്ന് പറയുന്ന ഒരൊറ്റ വാക്കേ കേൾക്കാനുള്ളൂ. സീസൺ 7 പറഞ്ഞു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും തുടങ്ങിയ ഒരു വാക്കാണ് പി ആർ പി ആർ പി ആർ. ഇപ്പൊ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, അനുമോള് കപ്പടിക്കാൻ യോഗ്യതയില്ല, കാരണം പി ആർ ആണ്. അപ്പോ ഇത്രയും ദിവസമായിട്ട് അനുമോൾ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായി എന്നാണ് എന്റെ ഒരു സംശയം കേട്ടോ. ഇപ്പോ മറ്റൊരാൾ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുന്ന കേട്ടു, അവിടെ വന്നിട്ട് സീസൺ 6 ഒരു മണ്ടൻ കൊണ്ടുപോയി, അതുപോലെ തന്നെ സീസൺ 7 കൊണ്ടുപോകുന്നത് ഒരു പൊട്ടത്തി, അതും കൊണ്ടുപോക്കോട്ടെ, പി ആറിന്റെ പിൻബലത്തിലല്ലേ എന്ന് ഒരാൾ ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു. അപ്പൊ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം കേട്ടോ, ആ വ്യക്തിയുടെ സീസണില് ആ വ്യക്തിക്ക് അതിന് കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ ഒരു മണ്ടൻ കപ്പ് കൊണ്ടുപോയത്. അല്ലാന്നുണ്ടെങ്കിൽ ആ മണ്ടനെ തോൽപ്പിക്കാനായിട്ട് മറ്റാർക്കെങ്കിലും കഴിവുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ മണ്ടൻ കപ്പ് കൊണ്ടുപോയിരുന്നോ? ജിൻഡോ കപ്പ് കൊണ്ടുപോയിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ അത് പറയാനായിട്ട് എന്ത് യോഗ്യതയുണ്ട്? എങ്കിൽ പിന്നെ ജിൻഡോ എന്ന് പറയുന്ന മണ്ടനവും പൊട്ടനുമായ ഒരു വ്യക്തിക്ക് കപ്പ് കൊടുക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ തോൽപ്പിച്ചുകൊണ്ട് ഗെയിം കളിക്കാനുള്ള കഴിവ് ബാക്കി ഏതെങ്കിലും മത്സരാർത്ഥികൾ കാണിക്കണമായിരുന്നു. അപ്പൊ മറ്റാർക്കും കഴിവുണ്ടായിരുന്നില്ല, ഇല്ലാത്തത് കൊണ്ട് അവിടെ മറ്റൊരാൾ ജയിച്ചു. ഇപ്പൊ മണ്ടനോ പൊട്ടനോ ആരായാലും, എനിക്കിപ്പോ ജിൻഡോന്റെ അടുത്ത് വലിയ താല്പര്യമുള്ള ആളൊന്നല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അത്രയേ ഉള്ളൂ. ജിൻഡോനെ തോൽപ്പിക്കാൻ മറ്റാർക്കും കഴിവില്ലാത്തത് കൊണ്ട് ജിൻഡോ ജയിച്ചു എന്നേ അവിടെ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ പറഞ്ഞു വരുന്നത് അനുമോളെ കുറിച്ചാണ്. കുറച്ച് ജലദോഷമുള്ള കാരണം വോയിസിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോ അനുമോളിലേക്ക് പി ആർ ഉള്ളത് കൊണ്ട് അനുമോള് ഇത്തവണ ജയിക്കുന്നതാണ് അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കേട്ടോ. അല്ല, അപ്പൊ അനുമോൾക്ക് മാത്രമേ ബിഗ് ബോസില് പി ആർ ഉള്ളൂ? ഈ പറയുന്ന അക്ബറിന് പി ആറില്ലേ? അക്ബർ തന്നെയല്ലേ ലാലേട്ട മുന്നിൽ വെച്ചിട്ട് സ്വല്പം ചെറുതായിട്ട് എന്ന് പറഞ്ഞത്. ഈ പറയുന്ന ആര്യന്റെ പി ആറില്ലേ? ആര്യൻ തന്നെയല്ലേ ലാലേട്ട മുന്നിൽ വെച്ചിട്ട് ചെറുതായിട്ട് എന്ന് പറഞ്ഞത്. അപ്പോ ഇവര് മാത്രമല്ല, ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും പി ആർ ഉണ്ട്. ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ആരെങ്കിലും ഇല്ലാത്തതുണ്ടോ എന്ന്. ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും പി ആർ ഉള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ കൃത്യമായി സത്യമായിട്ട് പറയണം നമ്മുടെ അടുത്ത് ഞങ്ങൾക്ക് പി ആർ ഇല്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പാടാണ്. കാരണം എല്ലാവർക്കും ആ വീട്ടിൽ പി ആർ ഉണ്ട്. അപ്പോൾ അനുമോള് ജയിച്ചാൽ മാത്രം പി ആറിന്റെ ബലത്തിൽ, ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും ജയിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ അത് പി ആറിന്റെ പിൻബലത്തിലല്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് ജയിച്ചാൽ മാത്രം പി ആറിന്റെ ബലത്തില്, ഇവിടെ പി ആർ ഉണ്ടെന്ന് തന്നെ സമ്മതിച്ച ആ വ്യക്തികളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അത് പി ആറിന്റെ ബലത്തിലല്ല. അതെങ്ങനെയാണ് ന്യായമായിട്ട് മാറുന്നത്? ഇവിടെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഈ സീസൺ 7 നെടുന്തൂണായിരുന്നു. സീസൺ 7 അനുമോൾ ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടന്റ് ഇല്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഇന്ന് അനുമോള് ഭയങ്കര സൈലന്റ് ആണ്, ആരോടും മിണ്ടുന്നില്ല, ഒറ്റയ്ക്ക് നടക്കുന്നു, ഒറ്റയ്ക്ക് ആണ് എല്ലാ കാര്യങ്ങളും, അത്ര ആക്റ്റീവ് അല്ല, ഒന്നുമല്ല. എന്ത് കണ്ടന്റ് ആണ് സീസണിൽ ഇന്നിപ്പോ ഉണ്ടായത്? ഒരു കണ്ടന്റും ഇല്ലാത്തൊരു ദിവസം. അതുപോലെ തന്നെ ലാലേട്ടൻ വന്ന വഴക്ക് പറഞ്ഞതിന് ശേഷം കുറച്ച് നാൾ അനുമോൾ സൈലന്റ് ആയിട്ട് നടന്നു. ആ ദിവസങ്ങളിൽ എന്ത് കണ്ടന്റ് ഉണ്ടായിരുന്നു? അപ്പോ ഇവിടെ സൈലന്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറഞ്ഞ് ചേട്ടനും അനിയത്തിയുമായിട്ട് കളിക്കുന്നതും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് കളിക്കുന്നതൊക്കെയാണോ ബിഗ് ബോസിലെ ഗെയിം എന്ന് പറയുന്നത്? ബിഗ് ബോസിലെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിച്ചു പൊളിച്ച് അവിടെ കണ്ടന്റ് ഉണ്ടാക്കണം, അത് തന്നെയാണ്. എന്നാലും മാത്രം പ്രേക്ഷകർക്ക് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ ഇരുന്ന് ഉറക്കം തൂങ്ങിയിട്ട് ഇരുന്ന് കാണുന്നു വിചാരിക്കുന്നുണ്ടോ? ലൈവ് ഇതായിപ്പോ ഞാൻ വെച്ചപ്പോ എനിക്ക് ഉറക്കം തൂങ്ങാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒന്നുമില്ല, വെറുതെ ഇരുന്ന് അതിലേറെ നൂറാനി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിരുന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു, അനീഷിന്റെ അടുത്ത് സംസാരിക്കുന്നു. വളരെ ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണം അതിൻ്റെ ഉള്ളിൽ. അടിയാണെങ്കിലും ശരി, പിടിയാണെങ്കിലും ശരി, ഒക്കെ ആണെങ്കിലും ശരി, അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പ്രേക്ഷകർക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളൂ എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പൊ കണ്ടന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോള് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെന്ന് അനുമോള് തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയില് റേറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിലും അവന്റെ പേരൊന്ന് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അവിടെ കളിച്ചേ പറ്റൂ. അതിനുവേണ്ടി അനുമോള് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അതിന് നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷമം? അപ്പൊ അനു കളിച്ചാൽ കുഴപ്പം, കളിച്ചില്ലേ കുഴപ്പം. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനു വലിയൊരു തെറ്റാണെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അനു എന്ത് ചെയ്താലും തെറ്റാണ്. അനു ഗെയിം കളിച്ചാൽ കുഴപ്പം, ഗെയിം കളിച്ചില്ലേ കുഴപ്പം, ടാസ്ക് കളിച്ചാൽ കുഴപ്പം, ടാസ്ക് കളിച്ചില്ലേ കുഴപ്പം, അനു ബിഗ് ബോസ് വീട്ടിൽ നിന്നാൽ വരെ കുഴപ്പമാണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനാണ് ഏറ്റവും വലിയ തെറ്റ് പറ്റിയതെന്ന് തോന്നുന്നു. അനുമോളെ എടുത്ത് പുറത്തേക്ക് ഇടണം. അതായത് അനുമോളെ ഇവിടേക്ക് വരണ്ട, എല്ലാവർക്കും നിന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ പുറത്തേക്ക് ബിഗ് ബോസ് തന്നെ വിടണം എന്ന് തോന്നുന്നുണ്ട്. അല്ല, അനുമോള് ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. മാനസികമായി അത്രയും തകർന്ന അനുമോള് ഇപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടും ഇന്നലെയൊക്കെ അത് പറയുകയും ചെയ്തൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ 2 പേര് ഫ്രണ്ട്സ് ആയിട്ട് കൂടി അതങ്ങ് വിശ്വസിച്ചു പോയി അനുമോള്. പക്ഷേ പുറകിൽ നിന്ന് 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, ഇത് വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ട് പുറകിൽ നിന്ന് ഇങ്ങനെ കുത്തിയോണ്ടിരിക്കുകയാണ്.
ആ കുത്തലിന്റെ കാഠിന്യം കൂടി 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 വന്നപ്പോൾ ഇപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അനുമോൾക്ക്. ചിലപ്പോൾ വീണ്ടും മിണ്ടാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്രത്തോളം വിഷവിത്തുകളാണെന്നുള്ളതിന്റെ ഒരു സൂചനയെങ്കിലും അനുമോളുടെ മനസ്സിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുറെ പേര് പറയും ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിണങ്ങിയതല്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ 2 ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് വേണോ? എനിക്ക് വേണ്ട കേട്ടോ ഇതുപോലെ 2 ഇങ്ങനെ ഒരു ഫ്രണ്ട്സിന് ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ പറയും കൊണ്ടുപോക്കെ, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയും. ഫ്രണ്ട്സ് ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷവും സമാധാനവും കിട്ടും. ഇതുപോലെ 2 ജന്മത്തിന് എനിക്ക് വേണ്ട. ഇപ്പൊ ആദില നൂറ അനുമോൾ വിഷയത്തിലേക്ക് ഞാൻ പലതവണ പറഞ്ഞതാണ്. അനുമോളെ ഞാൻ പൂർണ്ണമായിട്ട് ശരിയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആദില നൂറ എന്ന് പറയുന്ന വ്യക്തികൾ ഫ്രണ്ട്സായി നടന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. അവിടെ അനുമോളെ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാം എന്ന് എന്ത് ലൈസൻസ് ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്? ഇവിടെ അനുമോൾക്ക് സത്യം പറയാന്നുണ്ടെങ്കിൽ ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടില്ല. ആദ്യം ഇപ്പൊ ശൈത്യയുടെ വിഷയം നോക്കുക. പുറകിൽ നിന്ന് അതുപോലെ അനാവശ്യങ്ങൾ പറഞ്ഞു ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ശൈത്യ. അനുമോള് പറയാത്ത കാര്യങ്ങളടക്കം പറഞ്ഞു എന്ന് പറഞ്ഞ് പലയിടത്തും പോയി സ്പ്രെഡ് ചെയ്ത് ഇപ്പോഴും ആര്യൻ അത് പറയുന്നുണ്ട്. അനുമോൾക്ക് ക്രഷ് ആയിരുന്നു എന്ന് ശൈത്യ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ആര്യൻ അത് വിശ്വസിക്കുന്നത്. പക്ഷേ അനുമോള് ശൈത്യയുടെ അടുത്ത് പറഞ്ഞത് ഈ അവനെ പോലുള്ള പാൽക്കുപ്പിയുടെ അടുത്തൊക്കെ വല്ലവർക്കും ക്രഷ് തോന്നുന്നു എന്നാണ് അനുമോള് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ശൈത്യ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആര്യന്റെ അടുത്ത് നേരെ തിരിച്ചാണ്. അപ്പോ അവിടെ ഇതിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആദിൽ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ശൈത്യനെ ഞാൻ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇവരെ 2 പേരും ഒരു ഇതിൽ കോർക്കാൻ പറ്റിയവരാണ്. രണ്ടും ഒരേ ക്യാരക്ടർ. പുറകിൽ നിന്ന് കുത്തുന്ന കട്ടപ്പുകളാണ് രണ്ടല്ല 3 എന്ന് പറയേണ്ടി വരും. 3 ഈ 3 കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനായിട്ട് കൊള്ളില്ല. കാരണം വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ വിഷം ചീറ്റുന്ന 3 ആ പോയത് പോട്ടെ. ഇപ്പൊ അവിടെയുള്ള 2 കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് അനുമോൾ ഇവരെ കുറിച്ച് എപ്പോഴെങ്കിലും മോശം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ ദിവസം അനീഷിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് അവരെന്നെ മനസ്സിലാക്കിയില്ലേ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെന്നെ അടുത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അത്രയല്ലാതെ അനുമോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഞാൻ ആ 2 കുട്ടികൾ അത്രയും സ്നേഹിച്ച് കൂടെ നിർത്തിയതാണെന്നാണ് അനുമോൾ അവിടെ പറഞ്ഞത്. പക്ഷെ അതിൽ നൂറയും ഇന്നലെയും മുമ്പ് വഴക്കുണ്ടായപ്പോഴും ഇപ്പോഴും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? അനുമോൾ ഇങ്ങനെ ഹരാസ്മെന്റ്, മെന്റലി ഇങ്ങനെ ഹരാസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക, മോശപ്പെട്ട വാക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, വെറുപ്പും വിദ്വേഷവും ഇങ്ങനെ വെതറിക്കൊണ്ടിരിക്കുക. ഇതാണോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? ഇതുപോലെയുള്ള 2 ജന്മങ്ങളെയാണ് ഫ്രണ്ട്സ് ആയിട്ട് കൂടെ കൂട്ടാനായിട്ട് പറയുന്നത്. ആ വീട്ടില് ഇവർക്ക് എന്ത് ഒറ്റപ്പെടലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്? ഇവിടെ അനുമോൾ അനുഭവിക്കുന്നതിന്റെ ഒരു അംശമെങ്കിലും ഇവർ അനുഭവിച്ചിട്ടുണ്ടോ? അവർക്ക് 2 പേർക്ക് അവർ 2 പേരും കൂട്ടുണ്ട്. എന്നിട്ട് ആ 2 പേരും കൂടി ഇരുന്ന് അവിടെ കണ്ടന്റ് ഉണ്ടാക്കി മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് മറ്റുള്ളവർക്കെടുത്ത് സീൻ ഉണ്ടാക്കി അവിടെ ഇരിക്കുന്നു. ഇപ്പൊ അനുമോൾ അവിടെ തികച്ചും ഒറ്റയ്ക്കാണ്. അത് ഇപ്പൊ അനുമോൾ ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം എല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ പിന്നെ അനുമോൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും വന്ന് മിണ്ടുന്നുണ്ടോ? ഈ പറയുന്ന ആദില നൂറയുമായി മിണ്ടിയില്ലെങ്കിലും കാര്യം സാരില്ല എന്ന് ഞാൻ വിചാരിക്കില്ല. ഈ 2 ഷാനവാസം മിണ്ടുന്നുണ്ടോ? ഇല്ല. ഇവര് 3 പേരും അങ്ങനെ പോയി. പിന്നെ സാബു ആണെന്നുണ്ടെങ്കിൽ കട്ടക്കലിപ്പില്ലേ. സാബുവിന്റെ അങ്ങനെ ദേഷ്യം കണ്ടേ ഞാൻ ഭക്ഷണം കിട്ടാത്തതിന്റെ വിഷമാണ് സാബുവിനെ, അല്ലാണ്ട് വേറൊന്നുമല്ല. അല്ലാതെ വേറൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ ഇപ്പൊ നാരദനാണെന്നുള്ള സത്യം കുറെ പേരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നാരദ പണിയാണ് ആകെ അറിയാവുന്ന പണി ഈ പറയുന്ന സാബുവിന്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും പേർക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലായത്. എന്തിനാണ് ഈ ലിമ്പിനൊക്കെ എൻ്റെ ഉള്ളിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നതെന്ന് ബിഗ് ബോസിനെ തന്നെ അറിയുള്ളൂ. എന്തിനാണെന്ന് കാരണം കുറെ നോട്ട് ഔട്ട് കിട്ടിയിട്ട് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. ഇനിയെങ്കിലും ആ ടോപ്പ് 6 എത്തുന്നതിന് മുമ്പ് അതിനടുത്ത് പുറത്തേക്ക് കളയാനായിട്ട് പ്രേക്ഷകർക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഭാഗ്യമേ ഞാൻ സാബു മറ്റു വിഷയത്തിൽ പറയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആകെ നെവിൻ മാത്രമാണെന്ന് തോന്നുന്നു ഇന്നൊന്ന് അനുമോളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുള്ളത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ ടാസ്കിന്റെ ഭാഗവുമായി വഴക്കിട്ടൊക്കെ ഉണ്ടായ കാര്യങ്ങളാണെന്ന് വിട്ടുകളാന്ന് നെവിൻ മാത്രം അങ്ങോട്ടാണ് അനുമോളുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുള്ളത്. ബാക്കി പിന്നെ അനീഷ് വരെ തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഒന്ന് ശ്രമിക്കുകയൊക്കെ ചെയ്തു. ആദില നൂറ അനുമോളെ എന്തിനാണ് അനീഷയെ ആ ഒരു കൊടും പാപം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. അത് വെച്ചാൽ അനുമോളോട് ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും അനീഷ അതെന്ന് പറയാനാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2 പേരും കൂടിയില്ലാത്തതാണ് അനുമോളെ സംബന്ധിച്ച് നല്ലത്. ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, കയ്യിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ ദിവസങ്ങളിൽ അനുമോളോട് ഒറ്റയ്ക്ക് നിന്ന് ടാസ്കോ ഗെയിമോ എന്ത് വേണമെങ്കിൽ കളിച്ചോട്ടെ. അനുവിന് അത്യാവശ്യം പ്രേക്ഷക സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ മറ്റുള്ളവർ പറയുന്ന പോലെ ഒരു വിന്നർ ആവാനാണ് ചാൻസ് എങ്കിൽ വിന്നർ ആവട്ടെ. കാരണം മറ്റൊന്നുമില്ല, ആ വീട്ടില് മറ്റാർക്കും അതിനുള്ള യോഗ്യതയില്ല. ഉള്ളതിൽ ഭേദം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ അനുമോൾ അനീഷാണ് അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുള്ളത്. അവനെ അതിലേക്ക് തമ്മിൽ ഭേദം തൊമ്മൻ വിജയിക്കട്ടെ. മറ്റാർക്കില്ലാത്തത് കൊണ്ടാണല്ലോ അവര് വിജയിക്കാനായിട്ട് പോകുന്നത്. അതിനെ PR എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവരെല്ലാവരും പറയുന്നത് മാരാരുടെ സീസൺ തൊട്ടാണ് PR വിജയിക്കാനായിട്ട് തുടങ്ങിയത് എന്നൊക്കെയാണ് പറയുന്നത്. മാരാന്റെ സീസണിൽ PR ഉണ്ട് PR ഇല്ല എന്നൊന്നും എനിക്കറിയില്ല, ഉണ്ടാവാമില്ലാതിരിക്കാം.
പക്ഷെ മാരാറിനെ വിജയിക്കാനായിട്ട് യോഗ്യതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ മണ്ടത്തരം വേറെ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം മാരാറിന് ആ സീസണിൽ ഒരു എതിരാളി ഉണ്ടായിരുന്നില്ല എന്നേ ഞാൻ പറയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിയുള്ള മത്സരാർത്ഥികളായിരുന്നു ആ സീസണിൽ ഉണ്ടായിരുന്നത്. കാരണം നന്നായി ടാസ്ക് കളിക്കുന്ന, ചിന്തിച്ച് കളിക്കുന്ന ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന സീസണായിരുന്നത്. എന്നിട്ട് പോലും മാരാറിന്റെ ഒപ്പം നിൽക്കാനായിട്ട് ഒരെണ്ണത്തിന് അവിടെ മുട്ടി നിൽക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല, സംസാരിച്ച് ജയിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല, ടാസ്കിനെ കുറിച്ച് ചിന്തിക്കാൻ എന്നിട്ട് പറയാ അത്ര ഇതായിരുന്നു മാരാർ എന്ന് പറയുന്ന വ്യക്തി. എന്നിട്ട് പിന്നെ മാരാർ PR ജയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം മണ്ടത്തരം വേറെ ഉണ്ടോ? പിന്നെ കഴിഞ്ഞ സീസൺ ജിൻഡോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ കുറേ നെഗറ്റീവ് ഉണ്ടായി. പിന്നെ ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് പിന്നെ PR കഴിവുണ്ടെന്നുണ്ടെങ്കിൽ PR എന്ത് ചെയ്യാൻ പറ്റും? കുറേ വോട്ട് മറിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സ് മുഴുവൻ മാറ്റി മറിക്കാനായിട്ട് പറ്റും തോന്നുന്നുണ്ട്. ഈ ജനങ്ങളെ മുഴുവൻ സ്വാധീനിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. കുറേ വീഡിയോ കട്ടിങ്സ് എടുത്തിടാന്നല്ലാതെ ഇവർക്ക് എന്ത് പറ്റും എന്നാണ് പറയുന്നത് ഈ PR-കൾക്ക്. അപ്പോ പ്രേക്ഷകരുടെ മനസ്സ് ഇഷ്ടപ്പെടുന്നവരെ ഇതൊക്കെ കാണുന്ന സമയത്ത് കൂടുതൽ ഇഷ്ടം തോന്നുമല്ലാതെ ഇഷ്ടപ്പെടാത്തവർക്ക്, ഇപ്പൊ ഒരാളെ ഇഷ്ടമല്ല നമുക്ക് വിചാരിക്കാം, അയാൾ എത്ര നല്ല വീഡിയോ കണ്ടാലും നമ്മൾ അയാളെ പിന്നെ ഇഷ്ടപ്പെടാനായിട്ട് പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ PR കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഉള്ള ആൾക്കാരെ, ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാന്നല്ലാതെ അല്ലാതെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ കൊണ്ട് ഇഷ്ടപ്പെടിപ്പിക്കാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ PR കൊണ്ട്. അപ്പൊ അഖിൽ മാരാറും ജിൻഡോയും അനുമോളും ഒക്കെ PR-ന്റെ ഇതുകൊണ്ട് മാത്രമാണ് ജയിക്കുന്നതെന്ന് വന്നിരുന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടേതായ കണ്ടന്റ് കൊടുത്ത് ഇവര് ആ സീസണിൽ ഇവരുടേതായ പേരെടുത്തിട്ടുണ്ട്. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി മറ്റാരേക്കാളും ആ സീസണിൽ പേരെടുത്തിട്ടുണ്ട്. ഈ സീസണിൽ അനു എന്ന് പറയുന്ന വ്യക്തി അവളുടെ മുദ്ര ഉറപ്പിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അനുവിന് അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോ അനുമോളെ പുറകിൽ നിന്ന് കുത്തുന്ന ഓരോ എണ്ണം കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനുവിന് അത് വോട്ടായിട്ട് മാറാണ്. മറ്റൊന്നും കൊണ്ടല്ല, അനു അവിടെ ഫ്രണ്ട്ഷിപ്പിൽ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. ഏറ്റവും ജെന്യുവൻ ആയിട്ട് ഫ്രണ്ട്ഷിപ്പിൽ നിന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുമോളാണ്. പക്ഷെ അനുമോളുടെ കൂടെ നിന്ന രണ്ട് വ്യക്തികൾ ഒരിക്കലും ജെന്യുവൻ ആയിരുന്നില്ല. പ്രേക്ഷകർ അത് കാണുന്ന സമയത്ത് അത് ഒരു തവണയില്ല, 2 തവണയില്ല, പല തവണ അത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ പിന്നെ പ്രേക്ഷകർ അത് തിരിച്ചറിയുമ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു. അല്ലാതെ PR പറഞ്ഞിട്ടാണോ അയ്യോ അനുമോൾ അവിടെ കരയുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യുന്നു, PR അവിടെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വോട്ട് ചെയ്യൂലേ? അല്ല, ഈ പറയുന്നവരൊക്കെ മണ്ടന്മാരാണോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം കേട്ടോ. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, മണ്ടന്മാരും ഉണ്ട്. എന്നിട്ട് പിന്നെ അവിടെ വെറുതെ ഇരുന്ന് വിളിച്ചു പറയാനായിട്ട് കഴിവുള്ള കുറച്ചെണ്ണം ഉണ്ട്. എന്നാൽ പ്രവൃത്തിയിൽ കൊണ്ടുവരാനായിട്ട് ഒറ്റെണ്ണത്തിനും കഴിവില്ലേനും. ഞാൻ ആരെക്കുറിച്ച് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം. അപ്പോൾ എന്തായാലും PR-ന്റെ പേരും പറഞ്ഞുകൊണ്ട് അനുമോളെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അനുമോളിലെ മുകളിൽ നിൽക്കാനുള്ള കഴിവുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥി ആരെന്ന് കൂടി നിങ്ങളപ്പോൾ അവിടെ പറയേണ്ടി വരും. എങ്കിൽ പിന്നെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥി അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അനുമോളുടെ ഒപ്പം നിൽക്കാനോ അല്ലെങ്കിൽ അനുമോൾക്ക് മുകളിൽ വരാനോ സാധിച്ചില്ല എന്ന് ഞാൻ ചോദിക്കും. ഇനിയിപ്പോ കുറെ പേര് ഔട്ടായി പോയിട്ടുണ്ട്, അപ്പോഴും കുറ്റം അനുമോൾക്ക്. അനുമോള് കാരണമാണ് പുറത്തു പോയെന്ന്. ഈ അകത്ത് നിൽക്കുന്ന അനുമോള് കാരണം അവർ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവുകേടല്ലേ അത്? അവർക്ക് നന്നായി ഗെയിം കളിക്കാൻ പറ്റാത്തത് കൊണ്ടും പ്രേക്ഷകരുടെ പ്രീതി സമ്പാദിക്കാൻ പറ്റാത്തത് കൊണ്ടും. പ്രേക്ഷകർക്ക് അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യായിരുന്നല്ലോ. അപ്പൊ പ്രേക്ഷകരുടെ ഇഷ്ടം അവർക്ക് സമ്പാദിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് അവരുടെ കുഴപ്പമല്ലേ? അതെങ്ങനെയാണ് അനുമോളുടെ കുഴപ്പമാവുന്നത്? അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം തോൽവിയും അല്ലാന്നുണ്ടെങ്കിൽ സ്വയം ഗെയിം കളിക്കാൻ പറ്റാത്ത വിഷമവും ഒക്കെ മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിയേൽപ്പിച്ച് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. ഇതിപ്പോ എന്തിനും ഏതിനും അനുമോളാണ് പ്രശ്നം. ഇനിയിപ്പോ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന പോലെ അനുമോള് ബിഗ് ബോസിൽ നിന്ന് രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നുള്ളൂ എന്ന് എനിക്കറിയില്ല. അത്രയും കാര്യങ്ങളാണ് ഇപ്പൊ അനുമോളെ കുറിച്ച് അകത്തും പുറത്തും ഒരൊറ്റ വിഷയം മാത്രം, അനുമോൾക്കെതിരെ ഗെയിം അനുമോളെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളത്. പുറത്തും അകത്തും, ഇപ്പൊ അകത്തെ കാര്യം വിചാരിക്കുക അവർ മത്സരാർത്ഥികളാണെന്ന്, പുറത്തും ഇത് തന്നെ അനുമോൾക്കെതിരെയുള്ള പ്ലാനിങ്ങൾ, അനുമോൾക്കെതിരെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന കുറേ എണ്ണം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒട്ടും വയ്യ, നല്ല ജലദോഷവും മൂക്കടപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ശബ്ദത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, ഞാൻ സംസാരിക്കുന്നതിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ നിങ്ങളുടെ കമന്റ് ചെയ്യാൻ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്.